നമ്മുടെ വീടിൻ്റെ ഹെൽത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് EMF സിഗ്നൽസ്, ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസ്. ഒന്ന് നമ്മുടെ വൈഫൈ, ഇലക്ട്രോണിക് ഡിവൈസുകൾ. അപ്പോൾ ഈ നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സറൗണ്ടിങ്സിൽ എന്തെങ്കിലും ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആവും. ഇതാണ് നമ്മൾ ചില വീടുകളിൽ പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒരുപാട് നമ്മൾ ഡംപ് ചെയ്യുന്നുണ്ട് നമ്മുടെ വീടുകളിൽ. നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമുക്ക് പണ്ട് മുതലേ ഇമോഷണലി നമ്മൾ കണക്ട് ചെയ്ത് വെച്ച കാര്യങ്ങളുണ്ടാവും. കാരണം ഈ ഭക്ഷണമാണ് നമ്മളായിട്ട് മാറുന്നത്. 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മുടെ സെൽ മെമ്മറിയിലൊക്കെ കയറാൻ പോകുന്നത് ഈ അൺസപ്പോർട്ടീവായിട്ടുള്ള ഇൻഫർമേഷനാണ്. നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് വൈബുണ്ട്, ചില സ്ഥലങ്ങളിൽ ഒരു നെഗറ്റീവ് വൈബുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. ചില സ്ഥലങ്ങൾ എന്തുകൊണ്ടാണെന്നുള്ള നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും, ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നമുള്ള പോലെയൊക്കെ നമുക്ക് തോന്നും. ഇതൊക്കെ ഒരു തോന്നലാണോ അതോ ശാസ്ത്രമാണോ? ഹായ്, ഞാൻ ഷമീം റഫി, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം നിരവധി വർഷം തൊഴിൽ ചെയ്തു. അദ്ദേഹം ഒരു ബിസിനസ്സിൽ തുടക്കമിട്ട് കഴിഞ്ഞു. അതിൽ വിജയിച്ചതിന് ശേഷം അദ്ദേഹം ഒരു കർമ്മമേഖല, ആരും ചിന്തിക്കാത്ത വ്യത്യസ്തമായ ഒരു കർമ്മമേഖല. അപ്പോൾ നമ്മളൊന്നും അത്തരം കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്ത് കാണും. ഒരു ബിസിനസ് മോഡൽ ഉണ്ടാക്കിയ എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ അനുവാണ് എന്നോടൊപ്പം ഇരിക്കുന്നത്. അനു, സ്വാഗതം സ്പാർക്കിലേക്ക്. നമസ്കാരം സാർ. താങ്കളെ ഈഗിളുടെ വേദിയിൽ വെച്ചിട്ടാണ് ഞാൻ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് വളരെ വൈബ്രൻ്റായിട്ട് പലതരം ബിസിനസ് ആശയങ്ങളുള്ള ഒരാളാണ്. താങ്കളുടെ നാട് എവിടെയാണ്? സാർ, ഞാൻ മാനന്തവാടിക്കാരനാണ്. വയനാട്ടിലെ മാനന്തവാടിയാണ് സ്വദേശം. ജനിച്ചതും പഠിച്ചതൊക്കെ ഗ്രാജുവേഷൻ വരെ പഠിച്ചത് വയനാട്ടിലാണ്. അതിനുശേഷം ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ PG വരെ അവിടെയാണ്, തമിഴ്നാട് വരെയാണ് പഠിച്ചത്. ജോലിയായിരുന്നു ആദ്യം? ഞാൻ PG കഴിഞ്ഞതിന് ശേഷം ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ കേരളത്തിലേക്ക് തിരിച്ചു വരികയത്. ഒരു 8 കൊല്ലത്തോളം ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ. ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ എന്ത് മേഖലയിൽ? ഐ ഇൻഡസ്ട്രിയാണ്. ഓക്കെ. ഐ ഹോസ്പിറ്റൽസാണ്. അതിൽ 2-3 ഹോസ്പിറ്റൽസിലായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രശസ്തമായ എല്ലാ സ്ഥാപനങ്ങളിലും ഞാൻ വർക്ക് ചെയ്തു. ബ്രാഞ്ച് ഹെഡായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ ഈ ഒരു സംരംഭക മോഹം ഉള്ളിലുണ്ടോ? പാരൻസ് ആരെങ്കിലും ബിസിനസ്സുകാരാണോ? ഇല്ല. അപ്പോൾ എവിടെ നിന്നാണ് ഒരു സംരംഭക മോഹം വന്നിട്ടാണ് PG ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് തന്നെ. ഓക്കെ. അപ്പോൾ MBA ആയിരുന്നു ചെയ്തത്. അത് ബേസിക്കലി നമുക്കൊരു ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരു അതിയായ മോഹം കൊണ്ടാണ് ആ ഒരു PG ചെയ്യാൻ വേണ്ടി പോയത്. പക്ഷേ സംരംഭം പിന്നീട് 8 കൊല്ലം കഴിഞ്ഞാണ് തുടങ്ങുന്നത്. അതായിരുന്നു അത് സംരംഭം. 8 കൊല്ലത്തിന് ശേഷം തുടങ്ങിയ സംരംഭം ഓഡിയോ വിഷ്വൽ ഇൻഡസ്ട്രിയിലായിരുന്നു. ഹോം സിനിമ കൺസൾട്ടൻസി ആയിരുന്നു തുടങ്ങിയ ബിസിനസ്. വീടുകളിൽ നമുക്കൊരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്ത് വീടുകളിൽ നമ്മൾ ഹോം തിയേറ്റർ അല്ല, അന്ന് പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ആ സമയത്ത് അതൊരു ട്രെൻഡായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ലക്ഷറി വീടുകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഫെസിലിറ്റി ആയിരുന്നു അന്ന് ഹോം സിനിമ കൺസൾട്ടൻസി എന്നുള്ളത്. അത് മാറി ഞാനൊരു ലാസ്റ്റ് ഇയറിൽ ആ ബിസിനസ്സിൻ്റെ ഭാഗം മാറിയിട്ട് പുതിയ ഒരു ഫേമായിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ എൻ്റെ കൂടുതൽ പാർട്ട്നേഴ്സ് ഉണ്ട്. അതേ മേഖലയിൽ തന്നെ എൻ്റെ ബ്രദറും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുമാണ് പാർട്ട്ണർ. അത് നന്നായി പോകുന്നുണ്ട്, വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കൊരു വീടിനകത്ത് ഒരു നല്ല മിനി തിയേറ്ററിലിരുന്ന് സുഖമായിട്ട് സിനിമ കാണുന്ന ഒരു ബിസിനസ്സിലാണ്. അതെ, ഹോം സിനിമ കൺസൾട്ടൻസി തന്നെയാണ്. പിന്നെ അത് കൂടാണ്ട് അക്കോസ്റ്റിക്സും സൗണ്ട് പ്രൂഫിങ്ങിൻ്റെയും കൂടെ കൺസൾട്ടൻസി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എവിടെയൊക്കെയാണ് അതിൻ്റെ സാധ്യതകൾ? കൊമേഴ്ഷ്യൽ തിയേറ്റേഴ്സ്, ഹോം സിനിമ തിയേറ്റേഴ്സ് തന്നെ അതിൻ്റെ പോസിബിലിറ്റി ഉണ്ട്. അക്കോസ്റ്റിക്സും സൗണ്ട് പ്രൂഫിങ്ങും ഇല്ലാണ്ട് നമുക്കൊരു തിയേറ്റർ ഒരിക്കലും നമുക്ക് പ്രോപ്പർലി റൺ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഓഡിറ്റോറിയംസ്, ചർച്ചുകൾ, കോൺഫറൻസ് ഹാളുകൾ, അങ്ങനെ സ്റ്റുഡിയോസ്, റെക്കോർഡിംഗ് സ്റ്റുഡിയോസ്, ഇവിടെ എല്ലാം അക്കോസ്റ്റിക്സിൻ്റെയും സൗണ്ട് പ്രൂഫിങ്ങിൻ്റെയും പോസിബിലിറ്റി അതും നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സമയത്താണ് താങ്കളുടെ മനസ്സിൽ ആരും ചിന്തിക്കാത്ത വ്യത്യസ്തമായ ഒരു ആശയം വരുന്നത്. അതെ, എന്തായിരുന്നു അത്? സാർ, അത് ബിസിനസ്സിൻ്റെ പേര് പ്രോസ്പെറസ് സ്പേസ് എന്നാണ്. ഓക്കെ. പ്രോസ്പെറസ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ് ലിവിങ്ങിനെ പറ്റിയുള്ളൊരു അവയർനെസ് മൂവ്മെൻ്റ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന നമ്മുടെയൊക്കെ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസായിരിക്കും. അതെ. നമ്മൾ ജനിച്ചതും വളർന്നതും, നമ്മുടെ ഫാമിലി വളരുന്നത്, നമ്മുടെ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ആവുന്നത്, നമ്മുടെ കുട്ടികളുടെ പേഴ്സണാലിറ്റി, അവരുടെ ക്യാരക്ടേഴ്സ് എല്ലാം ഡെവലപ്പ് ആവുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്കും നമ്മുടെ ഫാമിലിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷനാണോ നമുക്കിപ്പം കിട്ടുന്നത്. നമ്മുടെ വീട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, നമ്മളെ എൻകറേജ് ചെയ്യുന്നുണ്ടോ, നമുക്ക് നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ, നമുക്ക് നല്ല മോട്ടിവേഷൻ കിട്ടുന്നുണ്ടോ, ഇതിനെപ്പറ്റിയുള്ളൊരു അവയർനെസ് കൊടുക്കുന്ന ഒരു മൂവ്മെൻ്റ് ആണ്. ഇത് കേൾക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും തോന്നിയേക്കാം, ഇയാൾ എന്തൊക്കെ ഈ പറയുന്നത്,
വീട് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്നോ? നമുക്കൊന്ന് കുറച്ച് ഡീപ്പായിട്ട് ഉള്ളിലേക്ക് പോകാം. ഞാൻ അതിന് മുമ്പ് സാറിന് ഇത് എങ്ങനെയാണ് വന്നതെന്നുള്ളൊരു സ്റ്റോറി ഞാൻ പറയാം. ഞാൻ ഹോം സിനിമ കൺസൾട്ടൻസിയുടെ ഭാഗമായിട്ട് ലാസ്റ്റ് ഇപ്പോൾ ഒരു 8-9 ഇയേഴ്സ് കൊണ്ട് ഞാൻ അറൗണ്ട് ഒരു 1200-1500 വീടുകളിൽ പോയിട്ടുണ്ട്. ഹോം സിനിമ കൺസൾട്ടൻസിൻ്റെ ഭാഗമാണ്. ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യുന്നതിനും ഫോളോ അപ്പ് കാര്യങ്ങൾക്കായാലും ഡിസ്കഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പല ക്ലയൻറ്റിൻ്റെ വീടുകളിൽ പോയിട്ടുണ്ട്. അത് കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും GCCയിലുമായിട്ടുള്ള പല വീടുകളിലാണ് പോയത്. ചില സമയങ്ങളിൽ ചില വീടുകളിൽ പോകുമ്പം നമ്മൾ വന്ന കാര്യം വരെ നമ്മൾ മറന്നുപോയിട്ട് അവിടെ ഇരുന്ന് കുറേ നേരം നമ്മൾ സംസാരിച്ചിരിക്കും. നമ്മുടെ അവിടുത്തെ വീട്ടുകാരുമായിട്ടും ക്ലയൻറ്റുമായിട്ടും ഫാമിലിയായിട്ടും ഒരുപാട് നേരം സംസാരിച്ചിരിക്കും. സമയം പോകുന്ന നമ്മൾ അറിയുന്നേ ഉണ്ടാവത്തില്ല. ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ സമയം പോയിട്ടുണ്ടാവും. വളരെ വെൽക്കമിങ് ആയിരിക്കും ആ പെർട്ടിക്കുലർ സ്പേസ്, ആ വീട്. ബട്ട് ചില വീടുകളിൽ നമ്മൾ പോയിരിക്കുമ്പം ചിലപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി പെട്ടെന്ന് അത് ഞാൻ അംഗീകരിക്കുന്നു. ശരിയാണ് തോന്നിയിട്ടുണ്ട്. കാരണം റീസണും നമുക്ക് മനസ്സിലാവത്തില്ല. അവിടെ നിന്ന് ഇറങ്ങി പെട്ടെന്ന് പോയാലോ എന്നുള്ളൊരു വന്ന കാര്യം തന്നെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇനിയും നമ്മുടെ മനസ്സിലൊരു ക്യൂരിയോസിറ്റി, അവിടെയാണ് ഫസ്റ്റ് സ്പാർക്ക്. അപ്പം ഇതിനെക്കുറിച്ച് പഠിക്കണം, അത് എന്താണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്, ഇതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള ആൾക്കാർ നമുക്ക് അന്ന് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഇല്ല. പക്ഷേ കുറച്ച് ആൾക്കാരോട് നമ്മൾ സംസാരിച്ചപ്പം കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ എനർജി ചിലപ്പം ശരിയല്ലാത്തതുകൊണ്ടായിരിക്കാം എന്നാണ് നമുക്ക് കിട്ടിയൊരു ആൻസർ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു പുതിയൊരു നോളജ് ആയിരുന്നു. വീടിനും എനർജി ഉണ്ടോ? നമുക്ക് എനർജി ഉണ്ടെന്ന് നമ്മൾ കേൾക്കുന്നു, പക്ഷേ വീടിനും നമുക്കൊരു എനർജി ഉണ്ടോ എന്നുള്ളൊരു സംശയം നമ്മുടെ മനസ്സിൽ വന്നു. അപ്പോൾ ഇതെങ്ങനെ പഠിക്കാൻ പറ്റും? അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, പലതരത്തിലുള്ള റിലീജിയസ് മൊഡാലിറ്റീസ് ഉണ്ട്, അതിൽ ഒരു മൊഡാലിറ്റി എടുത്തൊന്ന് മനസ്സിലാക്കി നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവാം, കാര്യങ്ങൾ മനസ്സിലായേക്കാം. അതിനെപ്പറ്റി കൂടുതൽ ആ സമയത്താണ് കൊറോണ പാൻഡമിക് വരുന്നത്. നമ്മളെല്ലാവരും വീടുകളിൽ തന്നെ ഇഷ്ടംപോലെ സമയം എടുത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഇതിനെപ്പറ്റിയുള്ള ബുക്സുകൾ കളക്ട് ചെയ്യും. 1-2 ഓൺലൈൻ കോഴ്സുകളിലായിട്ട് ഈ മൊഡാലിറ്റിനെ പറ്റി ബേസിക്കായിട്ട് ഞാൻ മനസ്സിലാക്കി. ഉഗ്ര മൊഡാലിറ്റിയാണ് അത്. അതൊരു സംഭവം തന്നെയാണ്. എന്താണ് കണ്ടുപിടുത്തം? അപ്പം അതിൽ ഞാൻ ആ മൊഡാലിറ്റിനെ പറ്റി പഠിച്ചതിന് ശേഷം ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ക്ലയൻറ്റുകളെ കാണാൻ വേണ്ടി വീടുകളിൽ പോകുന്ന സമയത്ത് ഈ മൊഡാലിറ്റീൻ്റെ ബേസിൽ വീടിനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അപ്പം പക്ഷെ ആ മൊഡാലിറ്റീൻ്റെ പ്രിൻസിപ്പിൾ ആക്സെപ്റ്റ് ചെയ്യുന്ന വീടുകളിൽ നമുക്ക് ചില സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഇനി ചിലപ്പോൾ മൊഡാലിറ്റി ഒട്ടും ഓക്കെ അല്ലാത്ത വീടുകളിലും നല്ല വെൽക്കമിങ് ആയിരിക്കും. വീണ്ടും നമുക്ക് കൺഫ്യൂഷൻ വന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഹോം സിനിമ കൺസൾട്ടിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആർക്കിടെക്റ്റുമായിട്ട് കണക്ഷൻസ് ഉണ്ട്, ഒരുപാട് ഇൻറ്റീരിയർ ഡിസൈനുമായിട്ട് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവരോടെല്ലാം ഞാൻ എൻ്റെ ഈ കുറേ കാര്യങ്ങൾ പറയുകയും അവരുടെ ഒപ്പീനിയൻസ് നമ്മൾ എടുക്കുകയും ഒരുപാട് ബുക്സുകൾ വായിക്കുകയും പല ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യും. പല മൈൻഡ് വാലി, ഡോക്ടർ ജോ ഡിസ്പെൻസ, ടോണി റോബിൻസ് അവരുടെ കമ്മ്യൂണിറ്റിയിൽ മെമ്പർഷിപ്പ് എടുത്ത് അവരുടെ കമ്മ്യൂണിറ്റി ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചതിൻ്റെ ഭാഗത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലിങ്ങനെ വന്നു. അപ്പോൾ അതിൽ മെയിൻലി ഉരുത്തിരിഞ്ഞ് വന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും 2 സ്പേസാണുള്ളത്. ഒന്ന് നമ്മുടെ ഇന്നർ സ്പേസും, നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ മനസ്സ്, ഇന്നർ സ്പേസും നമ്മുടെ ഔട്ടർ സ്പേസും. നമ്മുടെ ഇന്നർ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ്, ബോഡി, നെർവസ് സിസ്റ്റം എന്ന് പറയാം. ഔട്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സറൗണ്ടിങ്സ് എന്ന് പറയാം. നമ്മുടെ ചുറ്റുപാട്, നമ്മൾ ആയിരിക്കുന്ന ചുറ്റുപാട്. അപ്പോൾ ഈ നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സറൗണ്ടിങ്സിൽ എന്തെങ്കിലും ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആവും. ഇതാണ് നമ്മൾ ചില വീടുകളിൽ പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ സറൗണ്ടിങ്സ് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എക്സാമ്പിൾ പറയാമോ? നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. ഇപ്പം നമ്മൾ വളരെ ഹാർഷ് ലൈറ്റുള്ള ഒരു റൂമിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഇരിക്കാൻ പറ്റത്തില്ല. കറക്റ്റാണ്. നമുക്ക് അവിടെ നിന്ന് പോകേണ്ടത്. കാരണം ഈ ഹാർഷ് ലൈറ്റിൻ്റെ ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിലേക്ക് എടുക്കുന്നുണ്ട്. ചിലപ്പോൾ നമുക്കൊരു വലിയൊരു ഹാളിൽ നമ്മൾ ഒറ്റയ്ക്ക് പോയാൽ നമുക്ക് കുറച്ചും പേടി തോന്നും. കാരണം ചെറിയ റൂമിലാണെങ്കിൽ നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും, നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല, നമ്മൾ അവിടെ നിന്ന് പോകും. കാരണം സറൗണ്ടിങ്സ് നമ്മുടെ കണ്ടിന്യൂസ്ലി ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അത് നമ്മുടെ ബ്രെയിൻ എങ്ങനെ പ്രോസസ്സ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പം കംഫർട്ടബിളായിട്ട് പ്രോസസ്സ് ചെയ്യാം, ചിലപ്പോൾ ഡിസ്കംഫർട്ടബിളായിട്ട് പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക്, നമ്മുടെ ഇന്നർ സ്പേസിലേക്ക് ഔട്ടർ സ്പേസ്, അതായത് നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് കൊടുക്കുന്ന ഒരു മൂവ്മെൻ്റാണ് പ്രോസ്പെറസ് സ്പേസ്. അതൊരു കോഴ്സാണോ? കോഴ്സല്ല, അതൊരു ട്രെയിനിങ് മൊഡ്യൂൾസ് ആണ്. നമുക്ക് ഡയറക്റ്റ്ലി ഉള്ള 3 തരത്തിലുള്ള ട്രെയിനിങ്സ് അതിനകത്ത് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ 1-2 കൺസൾട്ടേഷൻ മൊഡ്യൂൾസും ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അനു ചെയ്യുന്നത് ഓൺലൈൻ ഓഫ്ലൈനും ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് ഒരു തോന്നൽ വീടിനകത്ത് എന്തോ ശരിയാവുന്നില്ല. അപ്പോൾ താങ്കൾ എന്താണ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെക്കുറിച്ച് പഠിക്കുക? നമുക്ക് ആദ്യം ഈ ക്ലയൻറ്റുമായിട്ട് ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ടാവും. അവരുടെ ഡെയിലി റുട്ടീൻസ് എന്തൊക്കെയാണ്, അവർ എത്ര സമയം വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എന്ത് ഡിസ്കംഫർട്ടാണ് അവർക്ക്
ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ഒരുപാട്. ഇപ്പം ഞാൻ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീടിൻ്റെ ടോട്ടൽ വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ആ വീഡിയോ കൂടെ നമ്മൾ പോകുമ്പോൾ മനസ്സിലാവും എത്ര ഓർഗനൈസ്ഡ് ആണ്, എന്തൊക്കെയാണ് അവർക്ക് ബേസിക്കലി ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് നമുക്ക് ബേസിക്കലി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. താങ്കളുടെ ക്ലയൻസിൻ്റെ എന്തെങ്കിലും എക്സാമ്പിൾ പേര് പറയണമെന്നില്ല. ഇപ്പോൾ കാക്കനാടുള്ളൊരു ക്ലയൻറ്റ് ഒരു ദിവസം എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ആൾ സംസാരിച്ചെന്ന് പറഞ്ഞാൽ ആളുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരു 10-15 പ്രാവശ്യമെങ്കിലും ബ്രോക്കൺ എന്നുള്ള വാക്ക് ആൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെയിൽസിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആൾക്കാർ സംസാരിക്കുന്ന വാക്കുകൾ നമ്മൾ എപ്പോഴും ക്യാപ്ചർ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ തന്നെ വീഡിയോ ഒരെണ്ണം അയച്ചു തരാമോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റാണ്, വീഡിയോ അയച്ചു തന്നു. ആ വീഡിയോ ഞാൻ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുന്നതും ആളുടെ ബെഡ്റൂമിൽ വലിയൊരു മിറർ അത് പൊട്ടിക്കിടക്കുകയാണ്, കംപ്ലീറ്റ്ലി പൊട്ടിക്കിടക്കുകയാണ്. പിന്നെ അയാളുടെ നേരെ ബെഡിൻ്റെ ഓപ്പോസിറ്റ് വാളിൽ വലിയൊരു നേച്ചറിൻ്റെ പിക്ചറുണ്ട്, അതും പൊട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം 3 കൊല്ലമായി സംസാരിക്കാൻ മനസ്സിലാക്കിയത് 3 കൊല്ലമായിട്ട് ഇത് പൊട്ടിക്കിടക്കുക എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം എല്ലാ ദിവസവും ഇത് കണ്ടിട്ടാണ് പോകുന്നത്. പക്ഷേ ആൾക്ക് ഓർമ്മയില്ലെങ്കിലും ആൾ സബ് കോൺഷ്യസ്ലി ഈ ഇമേജസ് എടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ എവറി സെക്കൻഡ് 2 മില്യൺ ബിറ്റ്സ് ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നുണ്ടെന്നാണ് സയൻസ് പറയുന്നത്. അതിൽ വെറും 40 ബിറ്റ്സ് മാത്രമേ നമുക്ക് ഓർമ്മ ഉണ്ടാകത്തുള്ളൂ. ബാക്കിയൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാകും. പക്ഷേ നമ്മുടെ സിസ്റ്റം ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അൺനോയിങ്ലി ഈ ബ്രോക്കൺ എന്നുള്ള പാറ്റേൺ കണ്ടിന്യൂസ്ലി ആളുടെ സബ് കോൺഷ്യസ്ലി പാറ്റേൺ അത് അയാളുടെ ലൈഫിലേക്ക് റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് സംഭവിച്ചത്. ആക്ച്വലി അതുകൊണ്ട് വീട്ടിൽ വേറെ നെഗറ്റീവ് വേറെ പ്രശ്നങ്ങളും ഇല്ല. ചുറ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എഫക്ട് ചെയ്യുക? നമ്മുടെ 5 സെൻസിൽ കൂടെ എന്തൊക്കെ ഇൻഫർമേഷൻസ് നമ്മുടെ ഉള്ളിൽ കയറുമോ ഇതൊക്കെ നമ്മൾ എഫക്ട് ചെയ്യാം. എന്തൊക്കെയാണ്? ഒന്ന് നമ്മുടെ വിഷ്വൽ, നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മൾ എഫക്ട് ചെയ്യാം. സൗണ്ട്, ഇപ്പോൾ വിഷ്വലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, അതായത് ഒരു പ്രോപ്പർ ഡീക്ലറ്ററിങ് മെത്തേഡ് ഇല്ലാത്തതാണ് ഒരുവിധപ്പെട്ട എല്ലാ വീടുകളുടെയും ഒരു ചലഞ്ച്. ഒന്നുകൂടെ വിശദീകരിക്കാമോ? ഡീക്ലറ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒരുപാട് നമ്മൾ ഡംപ് ചെയ്യുന്നുണ്ട് നമ്മുടെ വീടുകളിൽ. നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമുക്ക് പണ്ട് മുതലേ ഇമോഷണലി നമ്മൾ കളക്ട് ചെയ്ത് വെച്ച കാര്യങ്ങളുണ്ടാവും. പണ്ട് മുതലേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ലോകത്തില്ലാത്ത ആൾക്കാരുടെ വരെ ഇമോഷൻ്റെ ബാക്കിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവാം. പിന്നെ നമുക്ക് ചിലപ്പം ഡിസേർവർ അല്ലാത്ത ഒരുപാട്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ക്ലയൻറ്റ് ആൾക്ക് കരിയറിൽ ഗ്രോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതായത് ഒരു പ്രൊജക്റ്റ് വരുമ്പോഴും പുള്ളിക്ക് എന്തോ മാനസികമായിട്ടൊരു വിഷമം. ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഒന്നും നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ഒരുപാട് സംസാരിച്ച് വന്നപ്പം ആളുടെ ഓഫീസ് റൂം, വീടിൻ്റെ ഉള്ളിൽ തന്നെ ഓഫീസ് റൂമുണ്ട്. ആളുടെ ഓഫീസ് റൂമിൻ്റെ ഉള്ളിൽ ഷെൽഫിൽ ആളൊരു ട്രോഫി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ട്രോഫി ആളൊരു 10-15 കൊല്ലം മുമ്പ് ഡിസേർവ്ഡ് അല്ലാത്തൊരു സിറ്റുവേഷനിൽ പുള്ളി കളക്ട് ചെയ്ത ട്രോഫിയാണ്. അതായത് ആള് സ്വന്തം എഫേർട്ട് ഇട്ടിട്ട് ഏൺ ചെയ്ത കിട്ടിയ ട്രോഫി അല്ല അത് വേറൊരു വഴി കൂടെ ആൾ കളക്ട് ചെയ്ത ട്രോഫിയാണ്. എപ്പോഴും ആ വഴി കൂടെ ആൾ പോകുമ്പോൾ ആൾക്ക് ഗിൽറ്റി ഫീലിങ്സ് ഉണ്ട്. ഈ ഗിൽറ്റി ഫീലിങ്സ് ആളുടെ ഉള്ളിൽ അടി ഉറച്ചു പോയിട്ട് ആൾക്ക് കരിയറിലും ലൈഫിലും പെർഫോം ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇത് ആൾക്ക് ശരിക്കും പറഞ്ഞാൽ വിഷ്വലി ആളുടെ ഉള്ളിലേക്ക് വന്ന ഇൻഫർമേഷനാണ്. അപ്പോൾ അത് അവിടെ നിന്ന് മാറ്റി അതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പുള്ളിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലൊരു സംഭവം നമ്മൾ റീപ്ലേസ് ചെയ്താൽ ഗ്രാജുവലി, പെട്ടെന്നൊന്നും സംഭവിക്കത്തില്ല, ഒരു കാര്യം പെട്ടെന്ന് സംഭവിക്കത്തില്ല, ബട്ട് ഗ്രാജുവലി ആൾക്ക് ഈ ഗിൽറ്റ്നെസ് മാറി കിട്ടി വേറൊരു പോസിറ്റീവ് വിഷ്വൽ ശരിയാണ് അംഗീകരിക്കാൻ പറ്റുന്നുണ്ട്. സൗണ്ട് നമ്മൾക്ക് സൗണ്ട് നോയ്സ് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. കാരണം ഞാൻ പ്രത്യേകിച്ച് സൗണ്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതുകൊണ്ട് നോയ്സ് ഡീക്ലട്ടറിംഗ് എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ റൂമിൽ നമ്മുടെ ബെഡ്റൂം എക്സാമ്പിളിൽ നമ്മുടെ ഫാനിന് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇത് ചെറുതായിട്ടൊരു ഡിസ്റ്റർബിങ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. എ സിയിൽ നിന്ന് ഉണ്ടാവുന്ന സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഇത് ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് ഇത് നല്ല ശീലമായിട്ട് നമ്മൾ ഉറങ്ങും. പക്ഷേ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ഇത് കണ്ടിന്യൂസ്ലി ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ ഉറങ്ങുന്നുണ്ടെങ്കിലും നമ്മുടെ ഉറക്കത്തിൻ്റെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി വളരെ കുറവായിരിക്കും. ഇങ്ങനത്തെ ഒരുപാട്, ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കംപ്ലൈൻ്റ് ഉള്ള ഇതുകൊണ്ട്, വാഷിംഗ് മെഷീൻ്റെ കംപ്ലൈൻറ്റ്, ചില ഡോറുകളൊന്നും പ്രോപ്പറായിട്ട് നമ്മൾ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഡോറ് ഭയങ്കര ഡിസ്ട്രാക്റ്റിംഗ് സൗണ്ടിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടി വരും. ഇങ്ങനത്തെ ഒരുപാട് നോയ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡീക്ലട്ടർ ചെയ്യേണ്ടതുണ്ട്. അടുത്തത് വരുന്നത് സ്മെല്ലാണ്. സ്മെല്ല്, നമ്മുടെ വീട്ടിലെ സ്മെല്ല് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവണമെന്നില്ല, പക്ഷേ നമ്മുടെ ബോഡി ഇത് എടുക്കുന്നുണ്ടാവും. അപ്പം എപ്പോഴും നല്ല സ്മെല്ല് വീട്ടിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രദ്ധ നമ്മൾ നടത്തണം. അപ്പം പ്രത്യേകിച്ച് കിച്ചണിൽ നമ്മൾ പല കാര്യങ്ങളും കുക്ക് ചെയ്യുമ്പം അത് വീട് മൊത്തം സ്പ്രെഡ് ആവുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്.
അതൊക്കെ നമ്മൾ പ്രോപ്പർലി നമുക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെ ചിന്തിച്ചാൽ മാറ്റാവുന്ന, അതിന് വേറെ കൺസൾട്ടേഷൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ശരിയാണ്. ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാറ്റുമ്പം പിന്നെ നമുക്ക് 3 പിന്നെ 4 5 ഉണ്ട് സെൻസുകൾ. പിന്നെ സെൻസ് വരുന്നത് നമുക്ക് ടേസ്റ്റാണ്. ആ. ടേസ്റ്റ് നല്ല ഫുഡ് കുക്ക് ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ എങ്ങനെ ഇത് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതും തീർച്ചയായും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പൊതുവേ എല്ലാ വീട്ടിലും കാണുന്നത് വെച്ചാൽ നമ്മൾ ഫുഡ് എടുത്ത് ടി വിൻ്റെ മുമ്പിൽ പോയിട്ടിരുന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടി വിയിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഹൊറർ മൂവി അല്ലെങ്കിൽ എക്സാമ്പിൾ ഒരു കില്ലിങ് സീനാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഹോർമോൺ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അഡ്രിനാൽ റഷ് ആയിരിക്കും ഉണ്ടാവുക. ഈ അഡ്രിനാൽ റഷുള്ള സമയത്താണ് നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നത്. അത് ഒരിക്കലും നമ്മുടെ ബോഡീനെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല. കാരണം ഈ ഭക്ഷണമാണ് നമ്മളായിട്ട് മാറുന്നത്. 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മുടെ സെൽ മെമ്മറിയിലൊക്കെ കയറാൻ പോകുന്നത് ഈ അൺസപ്പോർട്ടീവായിട്ടുള്ള ഇൻഫർമേഷനാണ്. അപ്പോൾ ഫുഡ് എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതും വളരെ സാഹചര്യവും വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടച്ച്, 5ാമത്തെ സെൻസ് എന്ന് പറഞ്ഞാൽ ടച്ചാണ്. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ രാവിലെ ബെഡ് AC, ഒരുവിധപ്പെട്ട എല്ലാവരും ഇപ്പോൾ AC ഇട്ടിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. അപ്പോൾ ടൈലാണ് ഫ്ലോർ, ഇല്ലെ മാർബിളാണ് ഫ്ലോർ. നമ്മൾ ഉറങ്ങുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ പുതപ്പൊക്കെ യൂസ് ചെയ്ത് വളരെ ഒരു വാം സിറ്റുവേഷനിൽ നമ്മൾ ഉറങ്ങിയിട്ട് നമ്മൾ രാവിലെ എണീറ്റ് പെട്ടെന്ന് തലയിലേക്ക് കാല് ടച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് തണുപ്പ് നമ്മുടെ ഉള്ളിലേക്ക് കയറുക ചെയ്യുക. അപ്പോൾ അങ്ങനെ തണുപ്പ് കയറുമ്പം പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പം നമ്മുടെ ബോഡിയിൽ ഈ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ ആയിരിക്കില്ല ഉണ്ടാവുക. വേറെ ഇത് അപ്പോൾ അതിന് പകരം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു കാർപ്പറ്റ് ഇട്ടിട്ട് ഒന്ന് വാമായിട്ട് സ്ലോലി, അവിടെയാണ് ഈ കോൺഷ്യസ് ലിവിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ നമ്മളിതിനെ എടുത്തു പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സിനെ നമുക്ക് അനുകൂലമാക്കി നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ, ചെറുതായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ. അതിനോടൊപ്പം തന്നെ നമ്മൾ വിശ്വാസമുള്ളവ തന്നെ അവിശ്വസിക്കാം. പലരും വിശ്വാസങ്ങളുമുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്. പലരും ചില കാര്യങ്ങളെ അന്ധവിശ്വാസമാണിതൊക്കെ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു പൂച്ചവട്ടം ചാടി അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ റിലേറ്റ് ചെയ്യുക? താങ്കൾ ഈ പറയുന്നത് സയൻസ് ആണോ അതോ ഒരു അന്ധവിശ്വാസമാണോ? ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് 100% സയൻസാണ്. കാരണം നമ്മൾ സംസാരിച്ചത് ഡാറ്റ നമ്മുടെ ബോഡി പ്രോസസ്സ് ചെയ്യുന്നതും നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റി മാത്രമാണ് നമ്മൾ. അതിനെന്താണ് ഒരു പെർസെൻറ്റേജ് കണക്ക്? നമ്മുടെ മൈൻഡ്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് എവിടെയാണെന്ന് ഇതുവരെ ഒരാൾ സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല. അതെ, എവിടെയാണ് മൈൻഡ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്ന് എൻ്റെ ഒരു നോളജ്. നമ്മൾ പറയും ഹൃദയമാണോ തലച്ചോറാണോ, ഉള്ളിലുണ്ട്, തലച്ചോറിലുണ്ട്, പിന്നെ ഹൃദയത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് എവിടെ ഒരു എക്സാക്ട് പോയിന്റ് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സിനെ പറ്റി നമുക്ക് സയൻസ് കൃത്യം പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതിൽ 15% മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്. ഓക്കെ. ബ്രെയിനിലുണ്ടാകുന്ന റിയാക്ഷൻസ്, ഹോർമോൺ റിലീസ്, ന്യൂറോ പാത്വേ, നമ്മൾ കുറേ കാലമായിട്ടുള്ള നമ്മൾ ശീലിക്കുന്നത് പാത്വേ ആയിട്ട് ക്രിയേറ്റ് ചെയ്യും, ന്യൂറോ പാത്വേ ഉണ്ടാവും. അങ്ങനെ 15% ബ്രെയിനാണ് മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. രണ്ടാമത് 30% ഇൻഫ്ലുവൻസ് നമ്മുടെ ബോഡിയാണ്. ഓക്കെ. നമ്മുടെ മൈൻഡ് ബോഡി സ്പ്രെഡായി കിടക്കുന്നതെന്ന് വിചാരിക്കാം നമുക്ക്. ഓക്കെ. അതായത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. ഓക്കെ. നമ്മളെ ക്ലാരിറ്റി മിസ്സായി പോകും. അതുകൊണ്ടാണ് പഴമക്കാർ നമ്മളോട് പറയുന്നത് ആരോഗ്യമുള്ളൊരു ശരീരത്തിലേ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവുള്ളൂ എന്ന് പറയാനുള്ള എൻ്റെ സയൻസ് ഇതാണ്. പിന്നെ വരുന്നത് ഒരു 35% ബ്രെയിനിനെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ സറൗണ്ടിങ്സ് ആണ്. കറക്റ്റ്. കാരണം സറൗണ്ടിങ്സിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരിക്കലും നമുക്കൊരു വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സ്ഥലത്ത് പോയിരുന്നിട്ട് ചിന്തിക്കാൻ പറ്റില്ല, ക്ലാരിറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും. കാരണം സറൗണ്ടിങ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കില്ല് അവിടെ തന്നെ ഉണ്ട്, നമ്മുടെ ടാലൻസ് എല്ലാം നമ്മളുള്ളുണ്ട്, പക്ഷെ നമുക്ക് ഈ സറൗണ്ടിങ്സ് ചിന്തിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് നമുക്ക് ഒരു നല്ലൊരു ലേക്കിൻ്റെ സൈഡിൽ ഇരുന്ന് നല്ലൊരു ലോൺ, നല്ല മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്തിരുന്ന് നമുക്ക് വളരെ ക്രിയേറ്റീവ് ആയിട്ട്. അപ്പം നമ്മുടെ സറൗണ്ടിങ്സ് 35% മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളൊരു 15% ഉണ്ട്, അത് സ്പിരിച്വലാണ്. അത് പറയാൻ ഞാൻ അത്ര ആയിട്ടില്ല, നമുക്കറിയത്തില്ല. അപ്പോൾ ഒരു 15% സ്പിരിച്വലാണ്. അപ്പോൾ ഓൾ ടുഗദർ ഈ ഒരു ഇതാണ് മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതിൽ ബോഡിക്കും നമ്മുടെ സറൗണ്ടിങ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ, ഒരു പോയിന്റ് പറയാമെന്ന്, ഞാനത് മൈക്കിൾ ഫെൽപ്സിൻ്റെ ഇൻ്റർവ്യൂവിലാണ് ഞാനത് കേട്ടത്. അതായത് നമുക്കിപ്പോൾ ഒരു ഫെറാറി കാറ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആ ഫെറാറി കാറിന് നല്ല ഫ്യൂല് മാത്രമേ കൊടുക്കാറുള്ളൂ. തീർച്ചയായിട്ടും. നല്ല ടാലൻ്റ് ആയിട്ടുള്ള എക്സ്പെർട്ട് ഡ്രൈവർക്ക് മാത്രമേ നമ്മളത് ഡ്രൈവ് ചെയ്യാൻ കൊടുക്കുകയുള്ളൂ. തീർച്ചയായും. നല്ല റിക്കവറി സിസ്റ്റം നമ്മൾ എന്തായാലും കൊടുക്കും. നല്ല സർഫസ്, നല്ലൊരു ഷെൽട്ടറിലേ നമ്മൾ ഇതിനെ പാർക്ക് ചെയ്യത്തുള്ളൂ. നമ്മൾ റോഡ് സൈഡിൽ കൊണ്ടൊന്നും പാർക്ക് ചെയ്യത്തില്ല.
അങ്ങനെ ഒരു 10 കോടി രൂപ വരുന്ന ഒരു ഫെറാറി കാറിന് നമ്മൾ ഈ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ 10 കോടിൻ്റെയും മുകളിൽ വാല്യൂ ഉള്ള ഹൈ പെർഫോമിംഗ് മെഷീനായിട്ടുള്ള നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്യൂലാണോ നല്ല ഭക്ഷണമാണോ നമ്മൾ കൊടുക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നല്ല റിക്കവറി സിസ്റ്റം നമ്മൾ നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. നല്ല സ്പേസിൽ നല്ല ഷെൽട്ടറിലാണോ നമ്മുടെ ഈ ഹ്യൂമൻ ബോഡി ഇരിക്കുന്നത്. അത് ഒരിക്കലും ഒരു വലിയ സ്പേസ് വേണം ഇല്ലെങ്കിൽ വലിയ എക്സ്പെൻസീവ് സ്പേസ് വേണം എന്നല്ല നമ്മുടെ പോയിന്റ്. നമ്മളായിരിക്കുന്ന ചെറിയൊരു റൂമിലാണെങ്കിലും നമ്മുടെ ബോഡിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്ന ഒരു സ്പേസിലാണോ നമ്മൾ നമ്മുടെ ബോഡീനെ വെച്ചിരിക്കുന്നത്. അതാണ് പ്രോസ്പെറസ് സ്പേസ് ബേസിക്കായിട്ട് നമ്മൾ പറയുന്ന കോൺസെപ്റ്റ്. പ്രോസ്പെറസ് സ്പേസ് എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് ഇതിൻ്റെ അക്സെപ്റ്റൻസ് എങ്ങനെയുണ്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോയിട്ട്? ഇസ് ഇറ്റ് അവർ വളരെ വെൽക്കമിങ് ആണോ? വെൽക്കമിങ് ആണ് സാർ. പക്ഷേ എനിക്ക് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു പ്രോസസ്സ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ രീതിയിൽ കൺസൾട്ടേഷൻ കൊടുക്കുന്ന ഞാൻ എൻ്റെ അറിവിൽ ഞാൻ പെട്ടെന്ന് ആരും ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ടിട്ടില്ല. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് ക്ലയൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ് അധികം ഫസ്റ്റായിട്ട് ചെയ്യുക. അതിനാണ് ട്രെയിനിങ് പ്രോഗ്രാംസുകളൊക്കെ നമ്മൾ അധികം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അപ്പാർട്ട്മെൻറ്റുകളും ഫ്ലാറ്റുകളിലൊക്കെ നമ്മൾ 90 മിനിറ്റ്സിൻ്റെ അവയർനെസ് സെഷൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഹാഫ് ഡേ ട്രെയിനിങ് സെഷൻസ് കൊടുക്കുന്നുണ്ട്, ഫുൾ ഡേ ട്രെയിനിങ് സെഷൻ കൊടുക്കുന്നുണ്ട്. ഇത് പ്രോസ്പെറസ് സ്പേസിൻ്റെ ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രോസ്പെറസ് സ്പേസ് സാറേ ശരിക്കും നല്ലൊരു ലിവിങ് എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ഉള്ളത്. അപ്പോൾ അതിൽ ഇപ്പം നമ്മുടെ വീടിൻ്റെ ഹെൽത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ. കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞു, ഇനിയും കുറച്ച് പറയാം. അതായത് ഒന്ന്, നമ്മൾ ഒരു പ്രോപ്പർ ഡീക്ലറ്ററിങ് മെത്തേഡ് ഇല്ലാത്തതിനെ പറ്റി പറഞ്ഞു. ഓക്കെ. രണ്ടാമത്താണ് പുവർ ഇൻഡോർ എയർ ക്വാളിറ്റി. ഓക്കെ. അതായത് അടച്ചുപൂട്ടിയിട്ടേക്കണം. പുറത്തുള്ള എയറിനെക്കാട്ടും 5 മടങ്ങ് കണ്ടാമിനേറ്റഡ് എയറാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ളത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ പെയിൻറ്റിങ്സ് എന്നുള്ള കെമിക്കൽസ്, വാൾ പെയിൻറ്റിങ്ങിനകത്ത് ഉണ്ടാകുന്ന കെമിക്കൽസ്, ഫേർണിച്ചേഴ്സ് നിന്നുണ്ടാകുന്ന കെമിക്കൽസുകൾ, പിന്നെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പുറത്ത് വാങ്ങിക്കൊണ്ട് വരുമ്പം അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന കുറേ കെമിക്കൽസുകൾ, ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ എയറിനെ നമ്മൾ ഭയങ്കര കണ്ടാമിനേറ്റ് ആക്കി വെച്ചേക്കാണ്. അപ്പം ഓക്സിജൻ്റെ അളവ് കാര്യമായിട്ട് കുറയും, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പം ഒരാൾക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലുള്ള സ്പേസിൽ ഒരു പർട്ടിക്കുലർ സമയത്ത് കൂടി ഇരിക്കുമ്പം അവരുടെ തിങ്കിങ് ക്ലാരിറ്റി കുറയും, അവർക്ക് എനർജി പമ്പ് ചെയ്യത്തില്ല. നോർമലി വിചാരിക്കും ഇതെന്തോ വേറെന്തോ ഒരു ഇഷ്യൂ ആണ്, വീട്ടിലെന്തോ നെഗറ്റീവ് എനർജി ഉണ്ട്, പക്ഷേ ആക്ച്വലി ഓക്സിജൻ്റെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ നല്ല വെന്റിലേഷൻ സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കൂടാതെ എയർ പ്യൂരിഫയർ നമുക്ക് ചെയ്യാം. ഇൻഡോർ പ്ലാന്റുകളും നമുക്ക് കൂടുതലായിട്ട് വീടുകളിൽ ഇൻഡ്യൂസ് ചെയ്തുവാണെങ്കിൽ നമ്മുടെ ഈ എയറിൻ്റെ പ്യൂരിഫൈ ചെയ്യാനും കൂടുതൽ ഓക്സിജനെ പ്രൊഡ്യൂസ് ചെയ്യാനും ഈ പ്ലാന്റുകൾ കഴിയും. ഓക്കെ. പിന്നെ വേറൊന്ന് നമ്മുടെ വീടിൻ്റെ ഹെൽത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് EMF സിഗ്നൽസ്, ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസ്. ഒന്ന് നമ്മുടെ വൈഫൈ, ഇലക്ട്രോണിക് ഡിവൈസുകൾ, നമ്മുടെ മൊബൈൽ ഫോൺ, ഇതിനകത്ത് നിന്ന് വരുന്ന സിഗ്നൽസുകൾ, ഒരുപാട് സിഗ്നൽസ് നമ്മുടെ വീട്ടിലുണ്ട്. ഇതല്ലാണ്ടും വേറെയും ഇപ്പോൾ ടവറിന്നൊക്കെ വരുന്നതുകൊണ്ട്, പക്ഷേ നമ്മുടെ കൺട്രോളിലുള്ള കുറേ സിഗ്നൽസുകൾ, നമ്മൾ ചാർജ് ചെയ്യാനൊക്കെ ഫോണൊക്കെ കുത്തിയിടുന്നതും, അത് സാറ് ഓർമ്മിച്ചത്. അതായത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് തിങ്സിൽ ഒന്നാണ് നമ്മൾ രാത്രി കിടക്കുമ്പോൾ ബെഡ് സൈഡിൻ്റെ ഇവിടെ സൈഡിൽ ചാർജർ വെച്ചിട്ട് ഫോൺ ചാർജ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ വേവ് വളരെ സ്ലോ ഡൗണിലായിരിക്കും ഉണ്ടാവുക. അപ്പം ഈ മൊബൈൽ ഫോണിൽ നിന്നും ഈ പ്ലഗിൽ നിന്നും വരുന്ന സിഗ്നൽസ്, EMF സിഗ്നൽസ് നമ്മുടെ ബ്രെയിനെ ഹൈജാക്ക് ചെയ്തിട്ട് അത് ഭയങ്കര ഷേക്ക് ചെയ്യും. അതായത് നമ്മുടെ വളരെ സ്ലോ ഡൗണിൽ പോകേണ്ട ബ്രെയിൻ വേവിനെ അത് ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവും. നമ്മൾ ഉറങ്ങും, പക്ഷേ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവും. ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് റിക്കവറി കിട്ടത്തുള്ളൂ. റിക്കവറി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ദിവസത്തെ ബാക്കി എനർജി ഉണ്ടാവത്തുള്ളൂ. അപ്പം ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. രണ്ടാമത് നേരത്തെ പറഞ്ഞ ലൈറ്റ് ഭയങ്കരമായിട്ടുള്ള ഒരു ചലഞ്ചാണ്. നമ്മൾ ശരിക്കും നമ്മുടെ നേച്ചറിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൺ റൈസ് ഉണ്ട്, സൺ സെറ്റ് ഉണ്ട്. അപ്പം സൺറൈസിൻ്റെ സമയത്താണെങ്കിലും സൺസെറ്റിൻ്റെ സമയത്താണെങ്കിലും നേച്ചർ തന്നെ ഒരു വാം കളറിലേക്കാണ് തീം മാറുന്നത്. അതായത് രാത്രി ആകുമ്പോഴത്തേക്കും ഡേ ഹാർഷ് ലൈറ്റിൽ നിന്ന് മാറി ഡിം ലൈറ്റിലേക്ക് വന്ന് ഡാർക്ക് കളറിലേക്ക് പോകാനാണ് നേച്ചർ പറയുന്നത്. പക്ഷെ നമ്മൾ ഈവനിങ് ആകുമ്പോഴത്തേക്കും ഉള്ള ട്യൂബ് ലൈറ്റ്സ് എല്ലാം ഇട്ട് കംപ്ലീറ്റ്ലി ഡാർക്കാക്കി ഇടുമ്പോൾ നമ്മുടെ ബ്രെയിൻ എടുക്കുന്ന വെച്ചാൽ ഉറങ്ങാൻ സമയമായിട്ടില്ല, സർക്കേഡിയൻ റിതം ഡിസ്റ്റർബ്ഡ് ആവും. അപ്പം ബ്രെയിൻ വിചാരിക്കുക ഉറങ്ങാൻ സമയമായിട്ടില്ല. പിന്നെ അത് കൂടാണ്ട് നമുക്ക് എല്ലാവർക്കും പ്രവണത, നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറച്ച് ഫോണൊക്കെ നോക്കിയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഈ ബ്ലൂ ലൈറ്റ് നമ്മുടെ ഉള്ളിൽ കയറുമ്പോഴും മെലാറ്റോണിൻ റിലീസ് ആവുന്നതിനുള്ള സമയത്തിൻ്റെ പരിധി മാറും. നമ്മൾ എന്നാലും കിടന്നുറങ്ങും, പക്ഷെ എന്നാലും ഈ പ്രോപ്പറായിട്ടുള്ള മെലാറ്റോണിൻ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി കുറയും.
അപ്പോൾ അതിന് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടുള്ള കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് നമ്മൾ ഇടേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ ലേ ഔട്ട്, ഫർണിച്ചർ ലേ ഔട്ട് കാര്യങ്ങൾ. ഇപ്പം ഫർണിച്ചർ ലേ ഔട്ടിനെ പറ്റി പറയുന്ന ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പം നമ്മുടെ ഒരു വീട്ടിലേക്ക് റൂമിലേക്ക് കയറുന്ന ഡോർ നമ്മൾ ആ ഡോറിനെ നമ്മുടെ ബാക്ക് സൈഡ് ഫേസ് ചെയ്തിട്ട് ഇരിക്കുന്നെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ബാക്ക്ഗ്രൗണ്ട് ത്രെട്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും, ആരെങ്കിലും ബാക്കിൽ നിന്ന് വന്നിട്ട് ഇരിക്കുമോ. അപ്പോൾ അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഒരുപാട് സിറ്റിംഗ് ഏരിയാസുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റം എപ്പോഴും ഇത് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. കറക്റ്റ്. എന്തെങ്കിലും കാരണം നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒറ്റ പർപ്പസേ ഉള്ളൂ, നമ്മുടെ ബോഡി സേഫ് ആണോ ത്രെട്ട് ആണോ എന്നുള്ളത് കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ജോബ്. അത് ബ്രെയിനും ബോഡിയും തമ്മിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ ചാനലുമാണ്. അപ്പം നെർവസ് സിസ്റ്റം ബ്രെയിൻ ഇൻഫർമേഷൻ എടുത്ത് റിയാക്ട് ചെയ്യുന്നതിനെക്കാട്ടും മുമ്പേ നെർവസ് സിസ്റ്റം റിയാക്ട് ചെയ്യും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, ചിലപ്പോൾ നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു സൗണ്ട് ഇട്ട് നമ്മൾ ഞെട്ടി എണീറ്റ് നമ്മൾ ബ്രീത്തൊക്കെ ഒന്ന് ഭയങ്കര ഫാസ്റ്റ് ബ്രീത്തിങ് ആയിരിക്കും, നമ്മളൊക്കെ ടെൻഷൻ ചിലപ്പോൾ വേർത്തിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അന്നേരം നമ്മൾ അറിയുന്നുണ്ടാവും ഇതിപ്പോൾ തേങ്ങ വീണ സൗണ്ട് ആയിരിക്കും. ബ്രെയിൻ ഇത് തേങ്ങ വീണതെന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നെർവസ് സിസ്റ്റം കണ്ടുപിടിച്ചു എന്തോ ത്രെട്ട് വന്നു എന്ന് ആൾക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ നെർവസ് സിസ്റ്റം കണ്ടിന്യൂസ്ലി സേഫ് മോഡാണോ ത്രെട്ട് മോഡാണോ എന്ന് ചിന്തിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ സിറ്റുവേഷൻ ബേസിൽ. അപ്പോൾ നമ്മുടെ സറൗണ്ടിങ്സും നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് ഇൻഫർമേഷൻ നമ്മുടെ കൊടുത്തു കഴിഞ്ഞാൽ നെർവസ് സിസ്റ്റം എപ്പോഴും കാമായിരിക്കും. നെർവസ് സിസ്റ്റം കാമായിരിക്കുമ്പോൾ എപ്പോഴും നല്ല പോസിറ്റീവ് ഇമോഷൻസ് വന്നുകൊണ്ടിരിക്കും, നമുക്ക് നല്ല ക്ലാരിറ്റി കിട്ടും, നമുക്ക് നല്ല പ്രൊഡക്ടിവിറ്റി കിട്ടും, നമുക്ക് നല്ല എനർജി ഉണ്ടാവും. അതുകൊണ്ട് ഇത് 100% സയൻസാണ്. അപ്പോൾ ഇത് ഒരു അഡ്വൈസറി റോളിൽ ഒതുങ്ങുകയാണോ അതോ വേറെ എന്തെങ്കിലും പ്ലാനുകൾ? ഉണ്ട് സാർ. ഞാനത് പറഞ്ഞല്ലോ, ഒരു ഇക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ളത്. പിന്നെ അത് കൂടാണ്ട് വെൽനസ് ഹോമുകൾ, വീടുകൾ ഭാവിയിൽ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു കമ്പനിയായിട്ട് വേണം പ്രോസ്പെറസ്. എന്താണ് കോൺസെപ്റ്റ്? ഇതേ കോൺസെപ്റ്റ്. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ, ഇപ്പോൾ സാറിന് ഒരു വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാറിൻ്റെ ഗോൾ അനുസരിച്ച് സാറിൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണോ ബെസ്റ്റ്, നിങ്ങൾക്ക് എന്ത് പോസിറ്റീവ് ഇൻഫർമേഷൻ വീട്ടിൽ നിന്ന് കിട്ടണോ, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫാമിലി എഫക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വീടിനെ അറേഞ്ച് ചെയ്ത് അങ്ങനത്തെ ഒരു വീട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിലും കൂടി അനു കൈവയ്ക്കുകയാണ്. യെസ്. അപ്പോൾ അതൊരു വലിയ കാൽവയ്പ്പാണ്. അപ്പോൾ താങ്കൾ പഠിച്ച ഈ ശാസ്ത്രം ഇത് നിരവധി പേരിലേക്ക് എത്തിക്കണം, നിരവധി പേരെ സഹായിക്കണം എന്ന ഒരു വലിയ ആഗ്രഹം താങ്കളുടെ മനസ്സിലുണ്ട് സാർ. അപ്പം ആദ്യം നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മുടെ വീട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസം ഭയങ്കരമായിട്ട് മാറും. നമുക്ക് നല്ല തീരുമാനം എടുക്കാൻ പറ്റും, നല്ല രീതിയിൽ ആൾക്കാരുമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു ബിസിനസ് ഓണർ ആളുടെ വീട്ടിലും ഓഫീസിലും ആൾക്ക് പോസിറ്റീവായിട്ടുള്ള നല്ല ഇൻഫർമേഷൻ എപ്പം കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരുപാട് ആൾക്കാരുടെ ലൈഫിനെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് വരണം എന്നുള്ളതാണ് ഞാൻ വളരെ ഡീപ്പായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതിനകത്ത് അതിൽ വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. 100%. നിങ്ങൾ കേട്ടു അനു എന്ന ഈ ചെറുപ്പക്കാരൻ. അദ്ദേഹം ഒരു കർമ്മമേഖല, അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഒരു നമുക്കൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് മൂവി കാണാം എന്ന കർമ്മമേഖലയാണ്. പക്ഷെ അതിൻ്റെ ഭാഗമായി അദ്ദേഹം പഠനം നടത്തിയപ്പോൾ 1500ഓളം വീടുകളിൽ ചെല്ലുമ്പോൾ ഉണ്ടായ ചില അനുഭവങ്ങളാണ് അദ്ദേഹത്തെ പുതിയൊരു കർമ്മമേഖല കണ്ടെത്താൻ സഹായിച്ചത്. പലപ്പോഴും നമുക്കൊക്കെ തോന്നിയിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവ് വൈബുണ്ട്, ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു നെഗറ്റീവ് വൈബുണ്ട്. ഇദ്ദേഹം ഈ ചർച്ച ചെയ്യുമ്പോൾ പോലും നമ്മളൊക്കെ അറിയാതെ നമ്മുടെ മനസ്സിൽ നമ്മൾ എവിടെയൊക്കെയോ നടന്ന ചില സംഭവങ്ങളുമായി കണക്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാനും അത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു ശാസ്ത്രം തന്നെയാണെങ്കിൽ തീർച്ചയായും നമ്മളത് ചിന്തിക്കണം. നമ്മൾ തിരിച്ച് വീട്ടിൽ ചെന്ന് ഒന്ന് ചുറ്റും നോക്കിയാൽ ചിലപ്പോൾ ചില സൊല്യൂഷനൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും, പക്ഷേ ചില സൊല്യൂഷൻ നമുക്കില്ല. അതൊരു ഡീപ്പ് റൂട്ടഡ് ആണെങ്കിൽ തീർച്ചയായും അനുവിനെ പോലുള്ള സഹായം നമുക്ക് തേടാം. തീർച്ചയായും അനു ഇതൊരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തോട്ടാണ്. ആരും കടക്കാത്തൊരു മേഖല, അതിനെക്കുറിച്ചധികം നമ്മൾ സംസാരിക്കാറുണ്ടെന്നല്ലാതെ അതിനൊരു പ്രത്യേകം ഇങ്ങനൊരു കോഴ്സായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഭാവിയിൽ അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കും എന്നൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. തീർച്ചയായിട്ടും ഒരു ഈഗിൾ മെമ്പർ എന്ന നിലയ്ക്ക് ഇത് വളർന്നു കാണാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ ഈഗിൾ കമ്മ്യൂണിറ്റിയുടെ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സോ മച്ച്.